ക്രൈസ്തവ ദേവാലയങ്ങൾ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഉന്നതത്തിൽ നിന്നും വന്ന രക്ഷയുടെയും അടയാളങ്ങളാണ്. ഓരോ അൾത്താരകളും സ്വർഗം ഭൂമിയെ സ്പർശിക്കുന്ന വിശുദ്ധ ഇടങ്ങളാണ്. അവിശ്വസനീയമായ ഒരു മഹാസ്നേഹത്തിൻ്റെ കഥ ഓരോ കുരിശുരൂപങ്ങൾക്കും പറയാനുണ്ട്. വിശുദ്ധി തേടുന്ന ജനത്തിന് ദൈവത്തെ ആരാധിക്കാൻ വിശുദ്ധമായ ഒരു ദേവാലയം ആവശ്യമാണെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറയുന്നു. കർത്താവിന് ഒരാലയം പണിത് അവിടുത്തെ മഹത്വപ്പെടുത്താനും നിരന്തര കൂട്ടായ്മകൾക്കും ദൈവജനം എക്കാലത്തും ശ്രമിച്ചിരുന്നു. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുത്തി ആയിരക്കണക്കിന് ക്രൈസ്തവ ദേവാലയങ്ങൾ സ്ഥാപിതമായിട്ടുണ്ട്. പൗരസ്ത്യ പാശ്ചാത്യ ശൈലിയിൽ രൂപപ്പെട്ടിരിക്കുന്ന പല ദേവാലയങ്ങളും കമനീയമായ ശില്പവിദ്യകളുടെയും കലാവാസനകളുടെയും മകുടോദാഹരണങ്ങളാണ്. ഇത് മോൺസിഞ്ഞോർ ക്ലീറ്റസ് പറമ്പിലോത്തച്ഛൻ, വരാപ്പുഴ അതിരൂപതയുടെ പ്രിയപ്പെട്ട വൈദികൻ. അതിലുപരി കേരള സഭയ്ക്ക് മുഴുവൻ അഭിമാനമാകത്തക്ക രീതിയിൽ 300ഓളം ദേവാലയങ്ങളും അൾത്താരകളും ഡിസൈൻ ചെയ്ത ശ്രേഷ്ഠ വൈദികൻ. വാസ്തുവിദ്യയുടെ യാതൊരു സങ്കീർണ പാഠങ്ങളും അഭ്യസിക്കാതെ മോൺസിഞ്ഞോർ ക്ലീറ്റസ് പറമ്പിലോത്ത് ദൈവാത്മാവിൻ്റെ പ്രചോദനം സ്വീകരിച്ച് രൂപകൽപ്പന ചെയ്ത അനേകം അൾത്താരകളും ദേവാലയങ്ങളും ഇന്ന് സഭയ്ക്ക് അഭിമാനമായി നിത്യാരാധനകളാൽ സജീവമാണ്. ലളിതസുന്ദരമായ അൾത്താരകളും വിശ്വാസികളുടെ ഹൃദയം സ്വർഗത്തിലേക്കടുപ്പിക്കുന്ന ദേവാലയ മുഖവാരങ്ങളും ക്ലീറ്റസ് അച്ഛൻ ഡിസൈൻ ചെയ്തു. എല്ലാത്തിനും തമ്മനം സ്വദേശിയായ ജോർജ് ചേട്ടൻ ക്ലീറ്റസ് അച്ഛൻ്റെ മനസ്സു മനസ്സിലാക്കി കൂടെ നിന്നു. എൻ്റെ പേര് ജോർജ്. ഞാൻ പാലാരടുത്തുകാരനാണ്. ഞാൻ 20 വർഷമായിട്ട് അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് ഞാൻ അയിരൂർ കോൺവെൻറ്റിലെ ചാപ്പലിൻ്റെ ഓൾട്ടറും അൽത്താരയും ചെയ്ത് ആ സമയം മുതൽ ക്ലീറ്റസ് അച്ഛൻ ഡിസൈൻ ചെയ്യുന്ന എല്ലാ ഇതും ഞാനാണ് പണിത് പൂർത്തിയാക്കുന്നത്. CTCക്കാരുടെ ചാപ്പലുകളിലെ എല്ലായിടത്തെയും അച്ഛൻ വരച്ചിരിക്കുന്ന ഓൾട്ടർ ഒക്കെ ഞാനാണ് ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ട് എനിക്ക് CTCക്കാരുടെ ഒരു വർക്ക് അയിരൂരത്തെ കോൺവെൻറ്റിൻ്റെ വർക്ക് എനിക്ക് കിട്ടി. അപ്പോൾ അവിടുത്തെ കോൺവെൻറ്റിൻ്റെ പണി തീർന്നു കഴിഞ്ഞപ്പോൾ ചാപ്പലിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് അച്ഛനാണ് അവിടെ ചാപ്പലിൻ്റെ അൽത്താര ഡിസൈൻ ചെയ്തത്. അപ്പോൾ അവിടുത്തെ മദർ സുപ്പീരിയർ പറഞ്ഞ് അതിൻ്റെ ജോലി ചെയ്യാനായിട്ട് ജോർജ് ഏട്ടൻ ചെയ്തോളും, അച്ഛനെ അങ്ങനെ പരിചയപ്പെടുത്തി തരികയാണ് ചെയ്തത്.
അങ്ങനെ അച്ഛൻ്റെ വരെ ഞാൻ ചെന്ന് അച്ഛൻ എനിക്ക് പറഞ്ഞ് തന്ന് ആ വർക്ക് ചെയ്യുന്ന രീതികൾ പറഞ്ഞു തന്നു. ഞാൻ അങ്ങനെയാണ് ആദ്യമായിട്ട് അങ്ങനെ ചെയ്തത്. എറണാകുളത്തെ CTC സിസ്റ്റേഴ്സിന്റെ നിരവധി ചാപ്പലുകൾ ക്ലീറ്റസ് അച്ഛന്റെ ഡിസൈനിങ്ങിലാണ് പൂർത്തിയായത്. കൂട്ടുകാട് ചെറുപുഷ്പ ദേവാലയത്തിന്റെ ദേവാലയ മുഖവാരവും അൾത്താരയും ക്ലീറ്റസ് അച്ഛന്റെ വൈവിധ്യമാർന്ന ഒരു സൃഷ്ടിയാണ്. കൂപ്പിയ കരങ്ങൾക്ക് തുല്യമായി ഈ ദേവാലയത്തിന്റെ മുഖവാരം ക്ലീറ്റസ് അച്ഛൻ ഡിസൈൻ ചെയ്തു. ഞാൻ ഫാദർ ബിനു മാത്യു മുക്കത്ത്, കോട്ടപ്പുറം രൂപതയിലെ കൂട്ടുകാട് ചെറുപുഷ്പം പള്ളിയുടെ വികാരിയച്ഛനാണ് ഞാൻ. 1933 സ്ഥാപിതമായതാണ് കൂട്ടുകാട് ഇടവക. അതിനുശേഷം 1985 പുതിയ ദേവാലയത്തിന് അടിസ്ഥാനശില ആശീർവദിക്കുകയും പിന്നീട് 1988 പുതിയ ദേവാലയം പണിതീർക്കുകയും ചെയ്തു. വിശുദ്ധ കൊച്ചിദ്രേസ്യായുടെ അനുഗ്രഹീതമായ സാന്നിധ്യം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഒരു ദേവാലയമാണ് കൂട്ടുകാട് ദേവാലയം. ഏകദേശം 900-ൽ പരം കുടുംബങ്ങളുള്ള ഈ ദേവാലയം എറണാകുളം ജില്ലയുടെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഇടവക പള്ളികളിലൊന്നാണ്. ബഹുമാനപ്പെട്ട ക്ലീറ്റസ് പറമ്പലോത്ത് അച്ഛനാണ് പുതിയ ദേവാലയത്തിൻ്റെ ശില്പി. കേരള സഭയുടെ അതുല്യനായ കലാകാരനും ദേവാലയ നിർമ്മാണ രംഗത്തെ വലിയ പ്രതിഭയുമാണ് മോൺസിഞ്ഞോർ ക്ലീറ്റസ് പറമ്പലോത്ത് അച്ഛൻ എന്ന് പറയുന്നതിൽ ഞങ്ങൾക്കെല്ലാവർക്കും വലിയ അഭിമാനമാണ്. അച്ഛൻ എൻ്റെ ഗുരുനാഥൻ കൂടിയാണ്. ഞാൻ സെമിനാരിയിൽ ചേർന്നപ്പോൾ അച്ഛനാണ് എന്നെ സെമിനാരി പരിശീലനത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചു തന്നത്. കൂട്ടുകാട് ചെറുപുഷ്പം ദേവാലയത്തിൻ്റെ മുഖഭാഗവും അൾത്താരയും അൾത്താരമേശയും വായനാപീഠവുമൊക്കെ ഡിസൈൻ ചെയ്തത് ബഹുമാനപ്പെട്ട ക്ലീറ്റസ് അച്ഛനാണ്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം കൂട്ടുകാട് ഇടവക പള്ളി, ഇടവക ദേവാലയമൊക്കെ അച്ഛനെ ഏറ്റവും പ്രിയപ്പെട്ട ദേവാലയങ്ങളിലൊന്നാണ്. ഓരോ ദേവാലയത്തിലും പ്രധാനമായി നടക്കുന്നത് ബലിയർപ്പണമാണ്. പഴയ നിയമത്തിൽ ബലിപീഠങ്ങളുണ്ടാക്കി അതിൽ വെച്ച് ബലിയർപ്പണം നടത്തിയിരുന്നു. ദേവാലയങ്ങളിൽ അൾത്താരയോട് ചേർന്ന് തന്നെ, ദിവ്യസക്കരയോട് ചേർന്ന് തന്നെയുള്ള ബലിപീഠങ്ങളായിരുന്നു രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പുണ്ടായിരുന്നത്. അൾത്താരയോട് തിരിഞ്ഞു നിന്ന് കുർബാന ചെല്ലുന്ന ഒരവസ്ഥ. എന്നാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ജനാഭിമുഖമായി ദിവ്യബലി അർപ്പിക്കുവാൻ ആരംഭിച്ചപ്പോൾ പുതിയൊരു അൾത്താരയുടെ ആവശ്യം വന്നു. പലരും ആദ്യകാലങ്ങളിൽ സാമാന്യം വീതിയും നീളവും പൊക്കവുമുള്ള ഒരു മേശ പിടിച്ചിട്ട് അതിൽ തുണി വിരിച്ച് ദിവ്യബലി അർപ്പിച്ചിരുന്നു. പിന്നീടാണ് അത് കൂടുതൽ അർത്ഥവത്തായി ഡിസൈൻ ചെയ്തുകൊണ്ട് ഉള്ള അൾത്താരകൾ ആരംഭിച്ചത്. ഞാൻ ആദ്യമായി രൂപകൽപ്പന ചെയ്ത അൾത്താര ആൽഫ ഒമേഗ എന്ന ബിംബത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഓരോ അൾത്താരകളും ഡിസൈൻ ചെയ്യുമ്പോൾ പ്രത്യേകം തീമുകളും ആ ദേവാലയത്തിൻ്റെ മധ്യസ്ഥനോട് ഇണങ്ങിയ വിധത്തിലുള്ള തീമുകളെല്ലാം അൾത്താരയിൽ കൊണ്ടുവരാറുണ്ട്. ആവേ മരിയ, ആൽഫ ഒമേഗ ഇങ്ങനെ മുതലായ അക്ഷരങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഓൾട്ടർ ടേബിളുകൾ രൂപകൽപ്പന ചെയ്യാറുണ്ട്. അൾത്താരയിൽ സക്രാരിയും കുരിശുരൂപവും ഒരുമിച്ച് ക്രമീകരിക്കുന്നതാണ് നല്ലത്. ചിലപ്പോൾ ദേവാലയത്തിന് ഉയരം കൂടുതലുണ്ടെങ്കിൽ ക്രൂശിത രൂപം സക്രാരിക്ക് മുകളിലായിട്ട് സ്ഥാപിക്കും. അത്ര ഉയരമില്ലാത്ത
ദേവാലയത്തിലാണെങ്കിൽ സക്കറായരോട് ചേർന്ന് ഒരു വശത്ത് കുരിശ് രൂപവും ഇത് രണ്ടും കൂടി ഇണങ്ങിയ വിധത്തിൽ ഒറ്റ ബേസിൽ വരത്തക്ക വിധത്തിൽ ചെയ്യാറുണ്ട്. കുരിശിൽ മരിച്ച യേശുനാഥൻ ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ദിവ്യകാരുണ്യത്തിലൂടെ ഇന്നും ജീവിക്കുന്നു എന്നുള്ള ആ ഒരു പ്രതീതി ജനിപ്പിക്കത്തക്ക വിധത്തിലായിരിക്കും പലപ്പോഴും സക്രാരികൾ ഡിസൈൻ ചെയ്യാറുള്ളത്. സെമിനാരികളിൽ വൈദിക വിദ്യാർത്ഥികൾക്ക് ആത്മീയ ജീവിതത്തിൽ ഉന്നത ദർശനം നൽകും വിധം ക്ലീറ്റസ് അച്ഛൻ അൾത്താര രൂപകൽപ്പന നടത്തി. വൈദിക പരിശീലനത്തിൻ്റെ രണ്ടാം ഘട്ടമായ ഫിലോസഫി പഠനം നിർവഹിച്ചത് ഈ കർമ്മലഗിരി സെമിനാരിയിൽ വെച്ചാണ്. വിശുദ്ധരായ വൈദികരാണ് അന്നിവിടെ ഞങ്ങൾക്ക് സഹായത്തിനായിട്ട് അധ്യാപകരായിട്ട് ഒക്കെ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും വിശുദ്ധനായ ഔറേലിയസ് അച്ഛനെ എന്നും കൃതജ്ഞതാപൂർവം ഓർക്കുകയാണ്. ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ അദ്ദേഹം ഇരിക്കുന്നത് കാണുമ്പോൾ, പ്രാർത്ഥനാന്തരിതരായിട്ടുള്ള ചൈതന്യം കാണുമ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ മുട്ടുമടക്കാൻ പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. ഫിലോസഫി പഠനകാലം എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് രൂപതയിലെ മൈനർ സെമിനാരിയിൽ നിന്നും ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കേരളത്തിലെ എല്ലാ രൂപതകളിൽ നിന്നുള്ളവർ ഒന്നിച്ചായിരുന്നു. ഒത്തിരി പേരായിട്ട് പരിചയപ്പെടുവാനും സ്നേഹം പങ്കുവെക്കുവാനും ഒക്കെയുള്ള അവസരം ഇവിടെ ലഭിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാർത്ഥനാ ചൈതന്യം എനിക്ക് ലഭിച്ചത് ഇവിടുത്തെ പ്രാർത്ഥനയിലൂടെയാണ്. ദേവാലയത്തിൽ മറ്റ് പ്രദേശത്തൊക്കെ പ്രാർത്ഥനാനിരതരായി നിൽക്കുന്നത് കാണുമ്പോൾ അവരെപ്പോലെ പ്രാർത്ഥിക്കുവാനുള്ള ഒരു വലിയ ആഗ്രഹം ഉടലെടുത്ത് ഒരു വ്യക്തിപരമായ പ്രാർത്ഥന ചൈതന്യം നേടിയെടുത്തത് ഈ ഫിലോസഫി പഠന കാലയളവിലാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഡെക്കറേഷൻ കാര്യങ്ങളിൽ, കലാപരമായ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുവാനായിട്ട് എനിക്ക് ഭാഗ്യമുണ്ടായി. പ്രാർത്ഥനയ്ക്കും പഠനത്തോടുമൊപ്പം കലാപരമായ കാര്യങ്ങൾക്കും ഒത്തിരി അവസരങ്ങൾ ഞങ്ങൾക്കിവിടെ ലഭിച്ചു. മിഷൻ ഞായറിനോടനുബന്ധിച്ച് എക്സിബിഷനും മറ്റും ശരിയാക്കുന്നതിൽ വളരെയധികം താല്പര്യം കാണിക്കുകയും മറ്റ് സുഹൃത്തുക്കളോടൊപ്പം ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു. അന്ന് ഞങ്ങളുണ്ടാക്കിയ താജ്മഹൽ എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റിയ ഒന്നായിരുന്നു. അതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വൈദിക ജീവിതത്തിൽ ഞാൻ ആദ്യമായി വൈദിക വസ്ത്രം സ്വീകരിച്ചത് ഈ സെമിനാരിയിൽ നിന്നാണ്. ഇവിടുത്തെ പരിശീലനത്തിന് ശേഷമാണ് മംഗലപ്പുഴയ്ക്ക് പോകാറുള്ളത്. ഞാൻ പഠിച്ചുപോയ ഈ കർമ്മലഗിരി സെമിനാരിയിൽ ഇവിടുത്തെ ചാപ്പൽ ഡിസൈൻ ചെയ്യാനായിട്ടുള്ള അവസരം ലഭിച്ചത് ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുകയാണ്. വൈദികനായിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം അന്നിവിടെ റെക്ടറായിരുന്ന റവറൻഡ് ഫാദർ ജോസഫ് എട്ടുരുത്തിൽ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇവിടെ വന്ന് ഇത് ഡിസൈൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു. ഇത് സെമിനാരിയുടെ ഓഡിറ്റോറിയമായിട്ടാണ് ആദ്യം പണിതത്. പിന്നീട് പുതിയ ഓഡിറ്റോറിയം പണിതപ്പോൾ ഇത് ചാപ്പലാക്കി മാറ്റുകയായിരുന്നു. ഒരു വലിയ ഓഡിറ്റോറിയം ഒരു ചാപ്പലായിട്ട് മാറ്റുന്നതിൽ ഒത്തിരിയേറെ പ്രയാസങ്ങളുണ്ടായിരുന്നു. എങ്കിലും തമ്പുരാൻ്റെ സഹായത്തോടു കൂടി അതെല്ലാം ഭംഗിയായി ചെയ്യുവാനായിട്ട് സാധിച്ചു. ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ അന്നത്തെ അച്ഛന്മാർക്കെല്ലാം വളരെ താല്പര്യവും വളരെ സന്തോഷവും തോന്നി. അവരഭിനന്ദനങ്ങൾ അർപ്പിച്ചു. സെമിനാരി വിദ്യാർത്ഥികൾ പഠിക്കുന്ന, പ്രത്യേകിച്ച് പൗരോഹിത്യ ജീവിതത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അവർ കൂടുതൽ അവരുടെ ദൗത്യത്തെക്കുറിച്ച് ബോധവാന്മാരാകുവാൻ പറ്റിയ വിധത്തിലുള്ള ഒരു ഡിസൈനാണ് ഇവിടെ അൾത്താരയ്ക്കും അൾത്താര മേശയ്ക്കും കൊടുത്തിട്ടുള്ളത്. കളമശ്ശേരി സെൻറ് ജോസഫ് മൈനർ സെമിനാരി ചാപ്പലിൻ്റെ അൾത്താര
ആലുവ കർമ്മലഗിരി സെമിനാരി ചാപ്പലിന്റെ അൾത്താര. ഇവ രണ്ടും ക്ലീറ്റസ് അച്ഛന്റെ രണ്ട് മനോഹര സൃഷ്ടികളാണ്. വരാപ്പുഴ തിരുപതിയുടെ മൈനർ സെമിനാരിയുടെ ചാപ്പലാണ് പിന്നിൽ കാണുന്നത്. സക്രാരിക്ക് ചുറ്റുമുള്ള ദാരുശില്പം പ്രത്യേകം ശ്രദ്ധ അർഹിക്കുന്ന ഒന്നാണ്. അത് ഞാൻ ഡിസൈൻ ചെയ്തപ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ മനസ്സിലൂടെ കടന്നുപോയി. സെമിനാരി വിദ്യാർത്ഥികൾ ദിവ്യസക്രാരിയിൽ നിന്നും പ്രാർത്ഥിച്ച് ഊർജം കൊള്ളുമ്പോൾ അവരുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ആരാധന ഇവിടെ പ്രതിഫലിക്കുന്നുണ്ട്. സക്രാരിക്ക് ചുറ്റും കതിരുകൾ കാണാം. എന്നാൽ അതോടൊപ്പം ഇംഗ്ലീഷ് ആൽഫബറ്റിലെ എച്ച് എന്ന അക്ഷരം ആവർത്തിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനർത്ഥം ഹോളി ഹോളി ഹോളി, പരിശുദ്ധൻ 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 എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരനുഭവമാണത്. പ്രാർത്ഥിക്കുവാനായിട്ട് ഇതിന് സക്രാരി മുമ്പിൽ അണയുമ്പോൾ ദൈവം എത്രമാത്രം പരിശുദ്ധനാണ് എന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു ചിന്ത കടന്നു വരുന്നതിന് ഇത് ഉപകരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സെന്റ് ജോസഫ് മൈനർ സെമിനാരിയിൽ ക്ലീറ്റസ് അച്ഛൻ ഓരോ വൈദികനും മാതൃകയാവേണ്ട ചില വാക്കുകൾ ഡിസൈൻ ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട ദേവാലയങ്ങളിലേക്കും അച്ഛൻ അതിൻ്റെ മാതൃക കൊടുത്തയക്കുകയും ചെയ്തു. ദേവാലയത്തിന് നിറം കൊടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അധികം കടുത്ത നിറങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കണ്ണിന് കുളിർമയേകുന്ന വളരെ ലൈറ്റായിട്ടുള്ള പച്ച, ലൈറ്റായിട്ടുള്ള നീല, അതുപോലെ ക്രീം കളർ മുതലായവ എത്ര നേരം നോക്കി ഇരുന്നാലും നമുക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാത്ത നിറങ്ങളാണ്. അതുപോലുള്ള നിറങ്ങളാണ് കൂടുതൽ ദേവാലയങ്ങൾക്ക്, പ്രത്യേകിച്ച് അൾത്താരയ്ക്കും മറ്റും കൊടുക്കാനായിട്ട് നല്ലത്. അൾത്താര ഡിസൈൻ ചെയ്യുമ്പോൾ പല എംബ്ലങ്ങളും അതിൽ ചേർക്കാറുണ്ട്. പ്രത്യേകിച്ച് ധാന്യക്കതിരും മുന്തിരിയും. അത് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെ അപ്പവും വീഞ്ഞുമെടുത്ത് ഈശോയുടെ ശരീരവും രക്തവുമാക്കി മാറ്റിയതിൻ്റെ ഒരു ഓർമ്മയാണ് അത് കൊണ്ടുവരിക. അതുപോലെ തന്നെ അപ്പവും മീനും ഒന്നിച്ച് ചേർക്കുന്നതും അത് പരിശുദ്ധ കുർബാനയുടെ ഒരു സിമ്പിളായിട്ട് തന്നെയാണ്. കാരണം അപ്പവും മീനും വർദ്ധിപ്പിച്ച് ജനങ്ങളെ സംതൃപ്തരാക്കിയതിന് ശേഷം വന്ന ജനങ്ങളോട് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുവാനായിട്ട് യേശുനാഥൻ അത് ഉപയോഗിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ മീനും അപ്പവും ഉള്ള സിമ്പിൾ കൊടുക്കാറുണ്ട്. കൂനംമാവ് സെയിൻറ്റ് ഫിലോമിനാസ് ദേവാലയത്തിന്റെ അൾത്താര മനോഹരമായി ഡിസൈൻ ചെയ്യുവാനും ക്ലീറ്റസ് അച്ഛന് കഴിഞ്ഞു. വരാപ്പുഴ അതിരൂപതയിലെ ഒരു പ്രഗത്ഭ വൈദികനാണ് പെരിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ക്ലീറ്റസ് പറമ്പിലോത്ത്. അച്ഛൻ ഏറ്റവും പ്രസിദ്ധി നേടിയത് ദേവാലയങ്ങൾ രൂപകൽപ്പന ചെയ്യുന്ന രംഗത്താണ്. അച്ഛൻ്റെ രൂപകൽപ്പനയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത് പാരമ്പര്യ ആത്മീയതയും ആധുനിക രൂപകൽപ്പനയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു രൂപകൽപ്പന കണ്ടു കഴിഞ്ഞാൽ ഇത് ആരുടെ രൂപകൽപ്പനയാണെന്ന് വേഗം കണ്ടുപിടിക്കാൻ സാധിക്കും. എനിക്കുണ്ടായ ഒരു അനുഭവം, ഞാനൊരു ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന അവസരത്തിൽ ഒരു വ്യക്തി ഒരു കപ്പേള നിർമ്മിച്ച് തരാൻ തീരുമാനിച്ചു. അപ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു, ഒരു ആത്മീയതയുള്ള പ്രാർത്ഥനയിലേക്ക് ക്ഷണിക്കുന്ന വിധത്തിലുള്ള ഒരു കപ്പേള രൂപകൽപ്പന ചെയ്യണമെന്ന്. ആരെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നതിനെപ്പറ്റി ആലോചിച്ചപ്പോഴേക്കും എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് ക്ലീറ്റസ് അച്ഛൻ്റെ രൂപമാണ്. അങ്ങനെ ക്ലീറ്റസ് അച്ഛൻ രൂപകൽപ്പന ചെയ്തു തന്ന ആ ഡിസൈൻ
ഞാൻ കൽപ്പണിക്കാരെ ഏൽപ്പിക്കുകയും അവർ അത് ഭംഗിയായി ചെയ്യുകയും ചെയ്തു. ഇന്നും ആ കപ്പേള റോഡിൻ്റെ അരികത്ത് അനേകരെ ആത്മീയ ചൈതന്യം നൽകിക്കൊണ്ട് പ്രാർത്ഥനയൊക്കെ ക്ഷണിച്ചുകൊണ്ട് അവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട്. തോട്ടക്കാട്ടുകര ഹോളി ഗോസ്റ്റ് കോൺവെന്റ് ചാപ്പലിന്റെ അൾത്താരയും ക്ലീറ്റസ് അച്ഛന്റെ മനോഹരമായ ഒരു സൃഷ്ടിയാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇവിടെ അച്ഛൻ പ്രതീകാത്മകമായി സൃഷ്ടിച്ചു. ഞങ്ങളുടെ സഭയുടെ 4ാമത്തെ കോൺവെൻ്റാണിത്. വർഷങ്ങൾ ഏറെയായ ഈ കർത്താവിൻ്റെ ഭവനം, ഈശോ വാഴുന്ന ഞങ്ങളുടെ ചാപ്പല് രൂപം കൊണ്ടിട്ട് 45 വർഷം തികയുന്നു. ഈ ചാപ്പലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഭ്യുദയകാംക്ഷികളായ ഹൈന്ദവ സഹോദരങ്ങളുടെ നിർലോഭമായ സഹകരണവും അവരുടെ ഹൃദയത്തിൻ്റെ ഒരു ചേരുവകയും ചേർന്ന് ഉണ്ടാക്കിയ ഒരു സൗധമാണ് ഹോളി ഗോസ്റ്റ് കോൺവെൻറ്റ്, പ്രത്യേകിച്ച് ഈ ചാപ്പൽ. ഈ ചാപ്പലിൻ്റെ രൂപീകരണത്തിന്, പ്രത്യേകിച്ച് അതിൻ്റെ അൾത്താരയുടെ റിന്യൂവേഷന് ഞങ്ങളെ സഹായിച്ചത്, ഞാൻ വരുന്നതിന് മുൻപ് ഞങ്ങളെ സഹായിച്ചത് ഞങ്ങളുടെ ക്ലീറ്റസ് പറമ്പലത്ത് അച്ഛനാണ്. അദ്ദേഹം ഞങ്ങളുടെ സഭാ സമൂഹത്തിൻ്റെ മുക്കാൽ ചാപ്പലുകളുടെയും അൾത്താരയുടെ കർത്താവിരിക്കുന്ന ആ ഭാഗം അൾത്താരം സംവിധാനം ചെയ്യുന്നതിൽ അച്ഛൻ്റെ ഒരു വൈഭവം വലുത് തന്നെയാണ്. 2017 മെയ് 31 എൻ്റെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് വിശ്രമ ജീവിതത്തിലേക്ക് കിടക്കുകയായിരുന്നു. എൻ്റെ ഈ പൗരോഹിത്യ ശുശ്രൂഷ കാലഘട്ടത്തിലൂടെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കപ്പുറം ഒത്തിരിയേറെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് സാധിച്ചു. അതാണ് പള്ളികളുടെയും അൾത്താരകളുടെയും ഒക്കെ ഡിസൈൻ ചെയ്യുവാനായിട്ട് സാധിച്ചത്. അത് ആദ്യ കാലഘട്ടം മുതൽ തന്നെ അത് തുടങ്ങിയിരുന്നു. ഓരോരുത്തരും ആവശ്യപ്പെടുന്നതനുസരിച്ച് അത് ചെയ്തു കൊടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുണ്ടായിരുന്നു. ഒരുപക്ഷെ അവരുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുവാനായിട്ട്, വേണ്ട ഡിസൈൻ ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധ പതിച്ചിരുന്നു. പള്ളികളുടെ മുഖപ്പുകൾ കൂടാതെ അൾത്താരകൾ, മധുബഹ, അതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് കോൺവെൻറ്റുകളുടെ ചാപ്പലുകൾ, അവിടെയെല്ലാം അൾത്താരയ്ക്ക് ഡിസൈൻ ചെയ്യുവാനായിട്ട് സാധിച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ ഏതാണ്ട് 250ഓളം വർക്കുകൾ ചെയ്തതായിട്ട് ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒട്ടേറെ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് സാധിച്ചെങ്കിലും അതെല്ലാം തമ്പുരാൻ്റെ കൃപ കൊണ്ടാണെന്ന്, പ്രത്യേകിച്ച് ആർക്കിടെക്ചർ രംഗത്ത് അധികമൊന്നും പരിശീലനമോ പഠനമോ ഇല്ലാത്ത എനിക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിച്ചത് നല്ല മനസ്സോടുകൂടി ഒരു കാര്യം ഏറ്റെടുക്കാനായിട്ട് തയ്യാറായതിൻ്റെ വെളിച്ചത്തിൽ തമ്പുരാൻ തന്ന കൃപ കൊണ്ട് മാത്രമാണ്. പലപ്പോഴും ദേവാലയത്തിൻ്റെ അൾത്താരയും മറ്റും സക്രാരിയും മറ്റും ഡിസൈൻ ചെയ്യുവാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ പള്ളിയിൽ തന്നെ പോയി കുറേ നേരം ഇരുന്നു കൊണ്ട് ആ സക്രാരിയും ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുമെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കും. അങ്ങനെ കുറേ നേരം പ്രാർത്ഥിച്ചും ചിന്തിച്ചും ഒക്കെ കഴിയുമ്പോൾ തമ്പുരാൻ തന്നെ ഒരു രൂപം എൻ്റെ മനസ്സിൽ പതിപ്പിച്ചു തരും. അത് പിന്നെ ഗ്രാഫ് പേപ്പറിൽ വരച്ചെടുത്ത് കൃത്യമായിട്ടുള്ള അളവോടുകൂടി പണിയുന്ന ആളുകൾക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഇത്രയേറെ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് സാധിച്ചു. ഇതെല്ലാം ഞാൻ എന്നെ ഏൽപ്പിച്ചിരുന്ന മറ്റ് ഔദ്യോഗിക ജോലികൾക്കൊപ്പമാണ് ഇതെല്ലാം ചെയ്യുവാനായിട്ട് സാധിച്ചത്. ഇതിനുവേണ്ടി മാത്രമായിട്ട് ഒരു ദിവസം പോലും മാറ്റിവെച്ചിട്ടില്ല. മറിച്ച് എൻ്റെ ശുശ്രൂഷ ദൗത്യത്തിലൂടെ തന്നെ ഇതൊക്കെ ചെയ്യുവാനായിട്ട് എനിക്ക് കഴിഞ്ഞു.
അതിന് തമ്പുരാനോട് നന്ദിയുണ്ട്. പ്രത്യേകിച്ചും ഒത്തിരിയേറെ പള്ളികളെയൊക്കെ പ്രാർത്ഥിക്കുവാനായിട്ട് ജനങ്ങൾ വരുമ്പോൾ ഇത് ചെയ്ത ആളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ തീർച്ചയായിട്ടും അവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ളൊരു ചിന്തയുണ്ട്. ഇങ്ങനെ ദൈവം തന്ന ആ നന്മകളൊക്കെ അയവിറക്കിക്കൊണ്ട് പ്രത്യേകിച്ച് എല്ലാറ്റിനും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയുള്ള കാലം മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ക്ലീറ്റസ് അച്ഛന് സന്തോഷം മാത്രമേയുള്ളൂ. ദൈവം നടത്തിയ വഴികൾ അച്ഛൻ നന്ദിയോടെ സ്മരിക്കുന്നു. സഭയ്ക്കും ദൈവരാജ്യത്തിനും വേണ്ടി പരിശുദ്ധാത്മാവ് ക്ലീറ്റസ് അച്ഛനെ എടുത്തുപയോഗിച്ചു. ക്ലീറ്റസ് അച്ഛൻ എല്ലാ കാലത്തും എപ്പോഴും സക്രാരിക്കും ദിവ്യകാരുണ്യത്തിനും പ്രാധാന്യം നൽകി. തൻ്റെ പൗരോഹിത്യ ജീവിതത്തിലും തൻ്റെ ഡിസൈൻ വർക്കുകളിലും ദിവ്യകാരുണ്യനാഥൻ മഹത്വപ്പെടണമെന്ന് അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചു. തൻ്റെ വിശ്രമ ജീവിതത്തിലും താൻ പ്രിയം വച്ച യേശുക്രിസ്തുവിനെ നിരന്തരം ഭജിച്ച് ക്ലീറ്റസ് അച്ഛൻ മുന്നോട്ടു പോകുന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി മുന്നേറുന്നു. ഫിലിപ്പി 3:13. ഹൃദയപൂർവം നമസ്കരിക്കണം ത്യാഗം ചെയ്തവരെ. ദൈവമേകുമി സ്നേഹമാതൃക പിന്തുടർന്നിടണം. സുഭഗമോർമ്മകൾ പീലി നീർത്തുന്ന കാലം